വിമർശകരുടെ പരിഹാസങ്ങൾക്കും കോലാഹലങ്ങൾക്കും മുകളിൽ ഇതാ ആ നീലയും വെള്ളയും കടൽ ഇരമ്പിയാർക്കുകയാണ്. ഫുട്ബോൾ മൈതാനത്ത് പോരാട്ട വീര്യത്തിന്റെ പുത്തൻ ചരിത്രം എഴുതി അർജന്റീന വീണ്ടും ഒരു കലാശപ്പോരിനായി മാർച്ച് ചെയ്തിരിക്കുന്നു. ഇത് വെറും ഒരു ഫൈനൽ പ്രവേശനം മാത്രമല്ല, നെഞ്ചുറപ്പിന്റെയും ചോരത്തിളപ്പിന്റെയും സമാനതകളില്ലാത്തൊരു സംഹാര താണ്ഡവമാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ നെഞ്ചിലേക്ക് ആവേശം കോരിയിട്ടുകൊണ്ട് സ്കലോണിയുടെ സിംഹങ്ങൾ വീണ്ടും വേട്ടയ്ക്കിറങ്ങുകയാണ്. ഭാഗ്യം, റഫറിയുടെ ആനുകൂല്യം, എളുപ്പ വഴികൾ. അർജന്റീന ജയിച്ചു കയറുമ്പോഴൊക്കെ പതിവ് പോലെ ചില മുറുമുറുപ്പുകൾ ഉയരാറുണ്ട്. എന്നാൽ മൈതാനത്ത് അവർ ഒഴുക്കിയ ചോരയും കണ്ണീരും വിയർപ്പും തൊട്ടറിഞ്ഞവർക്ക് വ്യക്തമായി അറിയാം, ഇതൊന്നും ആരും താലത്തിൽ വെച്ചു നീട്ടിയതല്ലെന്ന്. ടൂർണമെന്റിൽ ഉടനീളം കടുത്ത വെല്ലുവിളികളും പ്രതിരോധ കോട്ടകളും തീർത്ത എതിരാളികളെയാണ് അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത 11 സിംഹങ്ങളെ പോലെയാണ് സ്കലോണിയുടെ കുട്ടികൾ ഓരോ മത്സരത്തിലും ബൂട്ടുകെട്ടിയത്. പ്രായത്തെ വെല്ലുന്ന വീര്യവുമായി മൈതാനത്ത് കാൽപന്തിന്റെ മാന്ത്രിക തീർക്കുന്ന സാക്ഷാൽ ലയണൽ മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് ഈ ടീമിന്റെ ഊർജം. ഓരോ പാസിലും ഓരോ നീക്കത്തിലും ആ ക്ലാസ് വ്യക്തമായിരുന്നു. ഗോൾ അടിച്ചും ഗോൾ അടുപ്പിച്ചും മൈതാനത്തിന്റെ ഓരോ ഇഞ്ചിലും മെസ്സി നിറയുന്ന കാഴ്ച. എന്നാൽ ഇത് മെസ്സിയുടെ മാത്രം ടീമല്ല, മറിച്ച് മധ്യനിരയുടെ കഠിനാധ്വാനവും എമിലിയാനോ മാർട്ടിനസ് എന്ന കാവൽ പോരാളിയുടെ അസാധ്യ സേവുകളും ഒത്തുചേർന്ന ഒരു വൻ മതിലാണ്. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ നെഞ്ചിടിപ്പോടെ മാത്രം കണ്ടു തീർക്കേണ്ട ഒന്നാണ് അർജന്റീനയുടെ മത്സരങ്ങൾ. തോൽവിയുടെ വക്കിൽ നിന്ന് കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്ന അവരുടെ അവിശ്വസനീയമായ തിരിച്ചുവരവ് ഫുട്ബോൾ ലോകത്തെ മറ്റേത് ടീമിനേക്കാളും മനോഹരമാണ്. കഴിഞ്ഞ ലോകകപ്പിലെ കനൽ വഴികളും ഈ ലോകകപ്പിലെ പോരാട്ടങ്ങളും അതിന് അടിവരയിടുന്നു. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ സൗദി അറേബ്യക്കെതിരെ അർജന്റീന വഴങ്ങിയ ആ അവിശ്വസനീയമായ തോൽവി. അതിനു പിന്നാലെ അവർ നടത്തിയ ഗംഭീര തിരിച്ചുവരവാണ് ലോകകപ്പ് കിരീടം വരെ എത്തിച്ചത്. ഈ ലോകകപ്പിലും അർജന്റീന തങ്ങളുടെ ആ പഴയ കംബാക്ക് DNA കൈവിട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ മത്സരങ്ങൾ. എതിരാളികൾ കടുത്ത പ്രതിരോധം തീർക്കുകയും നിർണായക മത്സരങ്ങളിൽ ആദ്യം ഗോൾ നേടി അർജന്റീനയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത നിമിഷങ്ങൾ ഈ ലോകകപ്പിലും ഉണ്ടായി. തങ്ങൾ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുമെന്ന ഘട്ടത്തിൽ പോലും അവർ പതറിയില്ല. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തന്ത്രങ്ങൾ മാറ്റിമെനഞ്ഞ് ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി അവിശ്വസനീയമായ ഗോളുകളിലൂടെ കളി തിരിച്ചു പിടിക്കുന്ന മെസ്സിപ്പടയെയാണ് ഈ ലോകകപ്പിലും നമ്മൾ കണ്ടത്. കഴിഞ്ഞ ലോകകപ്പിലെ ഖത്തർ മണ്ണിലായാലും ഈ ലോകകപ്പിലെ പുൽമൈതാനങ്ങളിലായാലും അർജന്റീന തെളിയിക്കുന്നത് ഒന്നു മാത്രം: അവസാന സെക്കൻഡ് വരെ കളി ബാക്കിയുണ്ട്. ആ നീലയും വെള്ളയും ജേഴ്സിക്ക് പിന്നിൽ ഒരു ജനതയുടെ പ്രാർത്ഥനയുള്ളിടത്തോളം കാലം എത്ര പിന്നിലായാലും അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇനി ലക്ഷ്യം കിരീടം മാത്രമാണ്. കലാശപ്പോരിനായി വിസിൽ മുഴങ്ങട്ടെ, മൈതാനം പ്രകമ്പനം കൊള്ളട്ടെ, ഗ്യാലറികൾ അലറിയാർക്കട്ടെ, കാൽപന്ത് പോരാട്ടത്തിന്റെ പുതിയ ചരിത്രം എഴുതട്ടെ. വിമർശനങ്ങൾ ഗ്യാലറിയിലിരുന്ന് സംസാരിക്കുന്നവർക്കുള്ളതാണ്, കിരീടങ്ങൾ മൈതാനത്ത് പോരാടുന്നവർക്കും.